ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു വ്ലോഗാണ് ചെയ്യുന്നത്. വ്ലോഗൊന്നും പറയാൻ പറ്റില്ല, ഒത്തിരി ദിവസം കൂടി ഒന്ന് പോയതാണ്. പോയപ്പോൾ ചെറിയൊരു വീഡിയോ പോലെ എടുക്കാമെന്ന് വിചാരിച്ചെടുത്താണ്. ഞങ്ങൾ ബുള്ളറ്റേലാണ് പോകുന്നത്. പാച്ചൂസ് ഏതാണ്ടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഞങ്ങളിങ്ങനെ അന്നേരം മനസ്സിൽ തോന്നി വീഡിയോ എടുക്കാം, അങ്ങനെ എടുത്തതാണ്. നല്ല രസമാണ്. മഞ്ഞൊന്നും ആയില്ലായിരുന്നു, കാരണം അന്ന് മഴക്കോളുണ്ടായിരുന്നു. മഴ പെയ്യുമായിരുന്നെങ്കിൽ നല്ലോണം മഞ്ഞ് കാണാൻ പറ്റുമായിരുന്നു. കുറേ ദൂരം പോയി അങ്ങനെ ഒരു അമ്പലം വരെ പോയി. ഈ അമ്പലത്തിൽ വെച്ചായിരുന്നു ഞങ്ങളുടെ കല്യാണം നടന്നത്. അവിടെ എല്ലാം നിന്ന് കുഞ്ഞിൻ്റെ 2-3 ഫോട്ടോയൊക്കെ ഞങ്ങൾ എടുത്തു. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് മഴയൊന്ന് ചെറുതായിട്ട് പൊടിഞ്ഞായിരുന്നു. മഴ പൊടിഞ്ഞു. ഞങ്ങൾ അന്നേരം ആ അമ്പലത്തിൻ്റെ അവിടോട്ട് കയറിയൊക്കെ നിന്നു. പിന്നെ നല്ല ശക്തമായൊരു മഴയായിരുന്നു. ആ മഴയത്ത് ഞങ്ങൾ അമ്പലത്തിൻ്റെ തൊട്ടിപ്പുറത്തെ കെട്ടിടത്തിൻ്റെ അവിടെ തന്നെ, അമ്പലത്തിൻ്റെ തന്നെ കെട്ടിടമാണ്, ഈ കല്യാണമൊക്കെ നടത്തുന്ന ഓഡിറ്റോറിയം പോലെ ഇരിക്കും. അവിടെ ഞങ്ങൾ കുറേ നേരം കയറി നിന്നു. പാച്ചൂസ് അതുവഴിയൊക്കെ ഭയങ്കര ഓട്ടവും ചാട്ടവും ഒക്കെ ആയിരുന്നു. അവിടെ ഒത്തിരി ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു. ശബരിമല സീസൺ കഴിയുന്ന സമയമൊക്കെ ആയിരുന്നു ഏകദേശം. അപ്പോൾ അതുവഴി ഒത്തിരി ആൾക്കാരൊക്കെ വരികയും പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ഓഡിറ്റോറിയം പോലെ ഉള്ളത്. ഈ കാണുന്നതാണ് ഞങ്ങളുടെ കല്യാണം നടന്ന അമ്പലം. നല്ല രസമാണ് അവിടെയൊക്കെ കാണാൻ. മലനിരകളാണ് എല്ലാം, അങ്ങോട്ടെല്ലാം കൈതത്തോട്ടങ്ങൾ അങ്ങനെയൊക്കെയാണ്. അതിനെല്ലായിടവും പോയി ഗേറ്റ് പോലുണ്ട്, അതെല്ലാം പൂട്ടാൻ നോക്കുകയൊക്കെയായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, അമ്പലത്തിലൊക്കെ കയറി തൊഴുതിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളിങ്ങനെ വന്ന് 2 ഫോട്ടോയൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ മേപ്പോട്ട് ഇച്ചിരി കൂടെ ഒന്ന് പോയപ്പോൾ അവിടെ പശുക്കിടാവിനെ കണ്ടു. തള്ളപ്പശുവിനെയും പശുക്കിടാവിനെയൊക്കെ കണ്ടപ്പോൾ അതിനെയൊക്കെ കണ്ടുകൊണ്ട് ഇവൻ അതിനെ പിടിക്കാൻ പോകണമെന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു. ഞാൻ പറഞ്ഞു, പൊന്നെ അതിൻ്റെ അമ്മ വന്ന് നമ്മളെ കുത്തുമെന്നൊക്കെ പറഞ്ഞു. ഇതിങ്ങനെ എല്ലാം കുറേ എണ്ണമുണ്ട്. ഇങ്ങനെ കയറഴിച്ച് അതിനെ അങ്ങ് വിട്ടേക്കുവാണ്. അത് വയറ് നിറച്ച് കഴിയുമ്പോൾ അത് അതിൻ്റെ വീട്ടുകളിൽ ചെല്ലും. ഇങ്ങനെ ഒത്തിരി ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു അയ്യപ്പ വണ്ടി വന്ന് ഒരു പശുവിനെ ഇടിക്കാൻ വരുന്ന പോലെ വരുന്നു. നമ്മളന്നേരം മനസ്സിൽ പറഞ്ഞ്, ഇവരെന്തോ ഈ വണ്ടി ഓടിക്കുന്നത് ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു. നമുക്ക് പുറത്തോട്ട് പറയാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ചേട്ടായിയോട് ഇങ്ങനെ പറഞ്ഞു, എന്താ ഇവരിങ്ങനെ വണ്ടി ഓടിക്കുന്നത്, ആ പശുവിനെ ഇപ്പം ഇടിച്ചിടത്തില്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. ഏതായാലും ഇടിച്ചില്ല. അതിനിപ്പോൾ സത്യം നമ്മൾ കണ്ടാൽ പേടിച്ചു പോയി, ഇടിക്കാൻ വന്നോലാണ് വന്നത്. പിന്നെ ഞങ്ങൾ ആ പശുവിൻ്റെ പുറകെ ഇങ്ങനെ കുറേ നേരം നടന്ന് ഇവൻ അതിനെ പിടിക്കണം. കുഞ്ഞിക്കിടാവിനെ കണ്ടോ, അതിനെ തൊടാൻ വേണ്ടിയൊക്കെ ആയിരുന്നു. ഞാൻ പറഞ്ഞത്, അതിനെ നമ്മൾ തൊടാൻ പോയാൽ തള്ളപ്പശു കുത്തി ശരിയാക്കും, അതുകൊണ്ട് നമുക്ക് വിട്ടേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇതിനെയൊക്കെ കണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിലോട്ട് ഇങ്ങനെ തിരിച്ചു പോന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇഷ്ടമുള്ളൂ. എല്ലാവർക്കും ഇഷ്ടം